ചിരഞ്ജി, നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പാണ്. മുഖ്യമന്ത്രി അവിടെ വന്നു പോകുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി സംസാരിക്കുന്നതിൽ വികസനത്തെക്കുറിച്ച് മാത്രം ഒരു വാക്ക് പോലും പരാമർശിക്കുന്നില്ല. എന്താണ് മുഖ്യമന്ത്രിക്ക് വികസനത്തെക്കുറിച്ച് പറയാൻ ഇത്ര ഭയം? അത് യഥാർത്ഥത്തിൽ LDF സർക്കാരിന് വലിയ പങ്കാളിത്തമൊന്നും ഇല്ലെങ്കിലും ഈ ഭരണത്തിൻ്റെ ഈ അവസാന വർഷത്തിൽ അവരേറ്റവും കൂടുതൽ ഒരു PR പ്രൊപ്പഗാണ്ടയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നത് ദേശീയപാതയുടെ വികസനമാണ്. അപ്പോൾ NH-66 കഴിഞ്ഞ ആഴ്ച വരെ 66 ഇടങ്ങളിലാണ് ഇടിഞ്ഞു വീണത്. 66 ഇടങ്ങൾ. ഇന്നലെ വീണ്ടും 2-3 സ്ഥലങ്ങളിൽ കൂടി ഇടിഞ്ഞു വീണിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ വികസനത്തെക്കുറിച്ച് പറയും? അല്ലെങ്കിൽ ഏത് വികസനമാണ് കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ കേരളത്തിൽ CPM-ന് LDF സർക്കാരിന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇപ്പോൾ തൃക്കാക്കര ബൈ ഇലക്ഷൻ നടന്നപ്പോൾ വികസന തുടർച്ചയ്ക്ക് LDF എന്നുള്ളതായിരുന്നു ഇവരുടെ മുദ്രാവാക്യം. ഒരു ഡോക്ടറെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുകയും ചെയ്തു. ഇവിടെ തൃക്കാക്കരയിലെ എറണാകുളത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വികസനം എന്താണ് എന്ന് എറണാകുളത്തെ ജനങ്ങളോട് പിണറായി വിജയൻ എന്ന് പറയണ്ട. എറണാകുളത്തെ ജനങ്ങൾക്ക് വികസനം എന്താണെന്ന് അറിയാം. അത് എറണാകുളത്ത് ഇന്ന് ഈ IPL-ഉം ISL-ഉം ഒക്കെ നടക്കുന്ന ഇൻ്റർനാഷണൽ സ്റ്റേഡിയം പണിയുന്ന കാലത്ത് K. കരുണാകരനെ പോലൊരു മുഖ്യമന്ത്രി അത് നിർമ്മിക്കുമ്പോൾ അന്ന് കൊച്ചി നഗരസഭയുടെ ഭരണം LDF-നാണ്. ആ LDF ഈ സ്റ്റേഡിയത്തിന് ബിൽഡിംഗ് NOC കൊടുത്തില്ല. അപ്പോൾ കരുണാകരനെ പോലെ ഒരു മുഖ്യമന്ത്രി ആയതുകൊണ്ട് ബിൽഡിംഗ് NOC ഇല്ലാതെ അത് പണിയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു. ഇവിടെ ഈ ഗോശ്രീ പാലങ്ങൾ കൊണ്ടുവന്ന് വൈപ്പിൻ ദ്വീപ് സമൂഹത്തെ മുഴുവൻ എറണാകുളത്തോട് ചേർത്ത് വെച്ച് 1 രൂപയുടെ ടോളില്ലാത്ത വിധത്തിൽ പാലം പണിതത് ഇവിടെ K. കരുണാകരനെ പോലെ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ്. നെടുമ്പാശ്ശേരി എയർപോർട്ട് ആദ്യ വിമാനം എൻ്റെ നെഞ്ചിലേ ഇറങ്ങൂ എന്ന് S. ശർമ്മയെ പോലെ അന്നത്തെ DYFI നേതാവ് പറഞ്ഞതൊന്നും വകവെക്കാതെ ആ എയർപോർട്ട് അവിടെ കൊണ്ടുവന്നതാണ് ഇന്ന് കൊച്ചിയിൽ ഈ സ്മാർട്ട് സിറ്റി ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഈ കൊച്ചിയിൽ വരാനും ഈ കൊച്ചി ഇത്രയും വികസിക്കാനും കാരണം. അന്ന് ഈ കുടിവെള്ളം കൊണ്ടുപോകുക എന്നിട്ട് മതി വിമാനത്താവളം എന്ന് പറഞ്ഞ് സമരം ചെയ്ത ആളുകളാണ്. ഉമ്മൻചാണ്ടിയാണ് കൊച്ചിയിൽ ഈ ആകാശപാത മെട്രോ ഈ കൊച്ചിക്ക് നൽകിയത്. ഇതിൻ്റെ ഫസ്റ്റ് ഫേസ് പൂർത്തിയാക്കിയത് ഉമ്മൻചാണ്ടിയാണ്. രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം. ഈ കൊച്ചിക്ക് വേണ്ട വികസനങ്ങൾ എന്താണ് എന്നുള്ളത് അത് കോൺഗ്രസ് പാർട്ടിയും UDF സർക്കാരുകളുമാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളത് എറണാകുളത്തുകാർക്കറിയാം. അങ്ങനെയുള്ള അവരോട് തൃക്കാക്കരയിൽ വന്ന് വികസനം എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് വളരെ അപഹാസ്യമായ ഒരു സംഗതിയായി, അതൊരു യുക്തിക്ക് നിരക്കാത്ത ഒന്നായി അവർക്ക് തോന്നും. LDF വന്ന് എറണാകുളത്ത് വികസനം എന്ന് പറയുമ്പോൾ ഇതൊരു സംസ്ഥാന തലത്തിലേക്ക് എടുക്കുമ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അല്ല, സംസ്ഥാന തലത്തിലൊന്നല്ല. ഇത് വളരെ സിമ്പിൾ അല്ലേ. ഇപ്പോൾ ഈ സർക്കാരിൻ്റെ പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികം ആഘോഷിക്കുമ്പോൾ 100 കോടി രൂപയാണ് ഊറാളുങ്കൽ വഴി തന്നെ പന്തലിടാനും ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാനും ഈ സർക്കാർ മാറ്റിവെച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് തൊഴിലുറപ്പ് പദ്ധതിയിൽ കിട്ടുന്ന കൂലിയുടെ നേർപകുതിയാണ് ആശാ വർക്കർമാർക്ക് ഒരു ദിവസം ഇന്ന് കേരളത്തിൽ കിട്ടുന്നത്, 242 രൂപ. അതിലൊരു 100 രൂപ വർദ്ധിപ്പിച്ചു കൊടുക്കാത്ത സർക്കാർ ഇവരുടെ 19 PSC അംഗങ്ങൾക്ക് 4.25 ലക്ഷം രൂപയായിട്ട് ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്തു. മുഖ്യമന്ത്രിയുടെ PR ടീം, ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടി PR നടത്താൻ ഇവിടെ PRD ഉൾപ്പെടെ വകുപ്പുകളും അതിലൊക്കെ നിരവധിയായ ഉദ്യോഗസ്ഥരും ജില്ലാ കേന്ദ്രങ്ങളിലും അതിന് താഴേക്കുമുണ്ട്. അതുകൂടാതെ ഔട്ട്സോഴ്സ് ചെയ്യുന്ന ക്യാമറമാന്മാരും ആളുകളും വേറെ ഉണ്ട് സർക്കാർ ചെലവിൽ. അതുകൂടാതെ 12 പേരെ നിയമിച്ച് അവർക്കൊക്കെ മുൻകാല പ്രാബല്യത്തോടെ ലക്ഷക്കണക്കിന് രൂപ, ഇപ്പോൾ അവരുടെ വാർഷിക ശമ്പളം 2,80,00,000 രൂപ വരെ ആകാൻ പോകുന്നു. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് ഇവിടെ പറക്കാൻ 1.5 കോടി രൂപ ഹെലികോപ്റ്റർ വാടക കൊടുക്കാനുണ്ട്. ഇവിടെ മുഖ്യമന്ത്രി എന്തിന് കഴിഞ്ഞ മാസം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് CPM-ലേക്ക് പോയ P. സരിന് പോലും 80,000 രൂപയുടെ സുരക്ഷിതത്വം ഈ ഗവൺമെന്റ് കൊടുത്തു. അപ്പോൾ അല്ല, ഞാൻ പറയുന്നത് ഇവരൊരു പ്രത്യേകതരം കമ്മ്യൂൺ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്കും മാത്രമാണ് ഈ സുരക്ഷിതത്വം, ബാക്കിയുള്ളവരെല്ലാം ഇതിന് പുറത്താ. കാരുണ്യ ചികിത്സാ പദ്ധതിയിൽ ഒരു രോഗിക്ക് പോലും കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് ആനുകൂല്യം കിട്ടുന്നില്ല. കാരണം എന്താ? കോടിക്കണക്കിന് രൂപയാണ് ചികിത്സയുടെ ആശുപത്രികളിൽ ഈ സർക്കാർ കൊടുക്കാനുള്ളത്. ചികിത്സിച്ച ആശുപത്രികളിൽ ഇവിടെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ എത്രായിരം കോടി രൂപ, എനിക്ക് തോന്നുന്നു 1200 കോടിക്കും മുകളിലാണ് സർക്കാർ ആശുപത്രികളിൽ മരുന്ന് കൊടുക്കുന്ന കമ്പനികൾക്ക് കൊടുക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം മന്ത്രി വീണ ജോർജ് ചെന്ന്
ഒരു മരുന്ന് ചോദിക്കുമ്പോൾ കണ്ടില്ലേ ഡിസ്പെൻസറിയിലെ രംഗം, ഒരു മരുന്നുമില്ല. ഇത് കേരളത്തിലെ മരുന്നില്ല. 60,000 കോടി രൂപയാണ് ഇവിടുത്തെ ജീവനക്കാർക്ക് വിവിധ ക്ഷാമബത്തകളല്ല, അവരുടെ DA കുടിശ്ശിക അടക്കമുള്ളത് കൊടുക്കാൻ ഈ സർക്കാരിനുള്ളത്. എല്ലാ മേഖലയിലും സിവിൽ സപ്ലൈസിൽ ഒരു സാധനമില്ല. കാരണം എന്താ, മൊത്ത വിതരണക്കാർക്ക് ആർക്കും പൈസ കൊടുക്കാനില്ല. ഒരു റോഡിന്റെ പോലും പാച്ച് വർക്ക് നടക്കില്ല. കാരണം എന്താ, കരാറുകാർക്ക് ആർക്കും പൈസ കൊടുക്കാൻ ഇവരുടെ കയ്യിലില്ല. ഇവരുടെ കയ്യിൽ പൈസയുള്ളത് ഇവരുടേതായ കാര്യങ്ങൾക്കും ഇവരുടെ ആളുകൾക്കും കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ഇവരുടെ PR ടീമിന് ഇപ്പോൾ മുൻകാല പ്രാബല്യത്തോടെ വർദ്ധിപ്പിക്കുന്നു, പക്ഷേ സർക്കാർ ആശുപത്രി മരുന്ന് കൊടുത്ത കമ്പനിക്ക് കൊടുക്കാനില്ല. അങ്ങനെയുള്ള ഒരു സർക്കാർ എത്രയോ പരാജയപ്പെട്ടതാ. സ്കൂളുകളിൽ, സർക്കാർ സ്കൂളിൽ കുട്ടികളുടെ ഉച്ചക്കഞ്ഞിയുടെ കാശ് കൊടുക്കാൻ ഈ സർക്കാരിൻ്റെ കയ്യിലില്ല. പാചക തൊഴിലാളികളുടെ കാശ് കൊടുക്കാൻ ഈ സർക്കാരിൻ്റെ കയ്യിലില്ല. കെട്ടിട നിർമ്മാണ ക്ഷേമനിധിയിലെ തൊഴിലാളികൾക്ക് പൈസ കൊടുക്കാൻ ഈ സർക്കാരിൻ്റെ കയ്യിലില്ല. ഇത്രയും വിഷയങ്ങൾ പറയുന്നുണ്ട്, ഇത്രയും വിഷയങ്ങൾ ഇവിടെ ഉണ്ട്, അതാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിന് ഇതെല്ലാം ഉയർത്തി വേണ്ട രീതിയിൽ ഒരു പ്രതിഷേധം ഉയർത്തി കൊണ്ടുവരാൻ കഴിഞ്ഞു. നിരന്തരം ഇത് തന്നെയല്ലേ കേരളത്തിൽ സംഭവിക്കുന്നത്. കാരണം ഒരു 2 അമ്മച്ചിമാരൊരു പിച്ചച്ചട്ടിയുമായി അടിമാലി ടൗണിലേക്ക് ഇറങ്ങി വരുന്നത് എന്തുകൊണ്ടാണ്? ക്ഷേമ പെൻഷൻ തുടർച്ചയായി മുടങ്ങിയതിൽ പ്രതിഷേധിച്ച്. ആ സമരം കേരളത്തിൽ UDF മുന്നോട്ട് കൊണ്ടുവന്ന സമരമാണ്. ഈ കേരളത്തിൽ ഓരോ ഘട്ടത്തിലും നിരന്തരമായി, ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ 1000 ഈ ആശാവർക്കർമാരുടെ രാപകൽ സമരയാത്രയ്ക്ക് കാസർഗോഡ് മുതൽ ഇന്നലെ കരുനാഗപ്പള്ളി വരെ ആ സമരം എത്തുമ്പോൾ കോൺഗ്രസിന്റെ നേതാക്കളും കോൺഗ്രസിന്റെ MLA-മാരും എല്ലാം എത്രമാത്രം പിന്തുണയോടെയാണ് അവരെ സ്വീകരിക്കുന്നത്. ഇത് കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്നൊരു സമരം പോലുമല്ല. കഴിഞ്ഞ LDF സർക്കാരിന്റെ പ്രകടന പത്രികയിൽ അവർ വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് ആശാവർക്കർമാരുടെ കൂലി വർദ്ധിപ്പിക്കുന്നത്. ആ സമരം അവിടെ നിൽക്കുമ്പോൾ തന്നെ, അതിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് നിൽക്കുമ്പോൾ തന്നെ ആ സമയത്ത് അവിടെ വരികയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്ത പിറ്റേ ദിവസം ഇഫ്താർ വിരുന്നിന് മുഖ്യമന്ത്രിയോടൊപ്പം വേദി പങ്കിടുന്ന VD സതീശനെയാണ് നമ്മൾ കണ്ടത്. അല്ല, നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു വിപ്ലവ ഭരണകൂടമല്ല കോൺഗ്രസും UDF ആഗ്രഹിക്കുന്നത്. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായതും ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുള്ളതുമാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ നിരന്തരമായി ജനങ്ങളോട് രാഷ്ട്രീയം പറയുകയും ഒരു ഭരണപരാജയം നിരന്തരമായി ജനങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ദൗത്യം. അല്ലാതെ നാളെ ഇവിടെ ഈ വ്യവസ്ഥിതിയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഈ ഭരണകൂടത്തെ പൂർണ്ണമായും ഞങ്ങൾ അവഗണിക്കുന്നു, ഈ ഭരണകൂടത്തെ ഞങ്ങൾ ഉൾക്കൊള്ളില്ല, അത്തരം ഒരു രീതിയൊന്നും ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല. അവിടെ ഇഷ്യൂ ബേസ്ഡ് ആണ്. ഒരു ഗവൺമെൻറ് എപ്പോഴും നിലനിൽക്കുന്ന ഒന്നാണ്. കഴിഞ്ഞ 9 വർഷമായി ദൗർഭാഗ്യവശാൽ CPM നിയന്ത്രണത്തിലുള്ള ഒരു ഇടതു മുന്നണിയാണ് ഭരണ നേതൃത്വത്തിന് ചുക്കാൻ പിടിക്കുന്നത്. അവരുടെ ചെയ്തികൾ, അവരുടെ പ്രവർത്തനങ്ങളിലെ കുഴപ്പങ്ങൾ അത് കൃത്യമായി ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കും. CPM അല്ലല്ലോ കോൺഗ്രസ്. ഇപ്പൊ CPM-നെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനമില്ലാത്ത എത്രയോ വിഷയങ്ങളിൽ തന്നെ CPM ഇവിടെ വലിയ കലുഷിതമായ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ സ്വാശ്രയ സമരത്തിൽ അടക്കം, അതിനുമുമ്പ് ഇഷ്ടംപോലെ +2 സമരത്തിലടക്കം, വിളനില സമരത്തിലടക്കം, കേരളത്തിൽ എന്താണ് കൂത്തുപറമ്പിൽ വെടിവെപ്പ് വരെ ഉണ്ടായ 5 സഖാക്കളെ ബലി കൊടുത്ത ഒരു പാർട്ടി പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ഭരണം പിടിച്ചെടുത്ത് അവിടെ നടത്തിയിട്ടുള്ള സ്വാശ്രയ കച്ചവടം എന്താണെന്ന് നമുക്കറിയാം. പിണറായി വിജയൻ്റെ കാലത്ത് കേരളത്തിലെ സ്വാശ്രയ മാനേജ്മെൻറ്റുകൾ വന്ന് ഞങ്ങൾക്ക് ഇത്രയും ഫീസ് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവരെ വിരട്ടിവിട്ട മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അതുകൊണ്ട് CPM-ൽ നിന്ന് നിങ്ങൾ ജനാധിപത്യവും പൗരബോധവും ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഈ ജനാധിപത്യവും സ്വാതന്ത്ര്യവും പൗരബോധവും ഒക്കെ നിലനിർത്താനുള്ള ഉത്തരവാദിത്വം ആത്യന്തികമായി ഇന്ത്യയിൽ കോൺഗ്രസ് പാർട്ടിക്കാണുള്ളത്. കോൺഗ്രസ് ആണ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും ജനാധിപത്യത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുവന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു അടവ് നയം എന്ന നിലയിൽ അവർ പാർലമെന്ററി ജനാധിപത്യത്തെ അംഗീകരിക്കുന്നു എന്നേ ഉള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ജനാധിപത്യം അവരുടെ രാഷ്ട്രീയത്തിലെ അവസാന വാക്കല്ല. അവർ ഇത് പൂർണ്ണമായും പിടിച്ചെടുത്തൊരു ഏകാധിപത്യ വ്യവസ്ഥയിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അവരുടെ ചെയ്യുന്ന രീതികളും അവരുടെ സമരപരിപാടികളും അവരുടെ പ്രവർത്തന പരിപാടികളും കോൺഗ്രസിൻ്റെ പ്രവർത്തന പരിപാടികളല്ല. ആ സമരരീതികളും അങ്ങനെയല്ല.
ഈവൺ എല്ലാ സ്ഥാപനങ്ങളിലും, ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലടക്കം, തൊഴിൽശാലകളിലടക്കം ഈ ട്രേഡ് യൂണിയൻ പ്രവർത്തനം CPM നടത്തുന്നത് പോലും ശ്രീ കെ വേണുവൊക്കെ നിരീക്ഷിച്ചിട്ടുള്ളത് പോലെ അത് അവിടെയുള്ള തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനോ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനോ അല്ല. അതൊരു സമാന്തരമായ ഒരു ഭരണകൂടം ആ സ്ഥാപനത്തിൽ പ്രവർത്തിപ്പിക്കുകയും ഏത് നിമിഷവും അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യുക എന്ന വലിയ ലക്ഷ്യങ്ങളോടുകൂടി തന്നെയാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരെയും ഭീഷണിപ്പെടുത്തിയും വശംവദരാക്കിയും ഒക്കെ അതിൻ്റെ ഭാഗമാക്കി ആ തൊഴിലിടങ്ങളിലുള്ളവരെ അവർ നിലനിർത്തുന്നത്, അല്ലാത്തവരെ ജീവിക്കാൻ അനുവദിക്കാത്തത്. ഇപ്പോൾ CPM നമ്മളൊരു ജനാധിപത്യത്തിൻ്റെ സ്പേസിൽ നിന്നുകൊണ്ട്, ഒരു പൗരബോധത്തിൻ്റെ സ്പേസിൽ നിന്നുകൊണ്ട്, ഒരു സാമൂഹ്യനീതിയുടെ സ്പേസിൽ നിന്നുകൊണ്ട്, അവസരങ്ങളുടെ തുല്യ വിതരണത്തിൻ്റെ സ്പേസിൽ നിന്നുകൊണ്ട് ഒരിക്കലും CPM എന്ന പാർട്ടിയെ നമ്മൾ കാണരുത്. കാരണം CPM അതിൽ നിന്നൊക്കെ ഒരുപാട് അകലെയാണ്. അവർ പറയുന്ന നവോത്ഥാനവും പുരോഗമനവും എന്നൊക്കെ പറയുന്നത് അവരുടെ മാത്രം പുരോഗമനവും അവരുടെ മാത്രം നന്മക്കും വേണ്ടിയുള്ള കാര്യങ്ങളാണ്. അതിന് ഈ പൊതുവായ മനുഷ്യരുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. കോൺഗ്രസ് ഒരിക്കലും CPM ആകാനല്ല ശ്രമിക്കുന്നത്. കോൺഗ്രസ് എപ്പോഴും ഒരു മാന്യമായ രാഷ്ട്രീയത്തിൻ്റെയും ജനാധിപത്യപരമായി വിയോജിപ്പുകൾ പ്രകടിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെയും ജനങ്ങളോട് നിരന്തരമായി രാഷ്ട്രീയം പറയുകയും ഒക്കെ ചെയ്യുന്ന, ജനാധിപത്യത്തിൽ ആത്യന്തികമായി വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന, ഒരു സമാധാനപരമായ സഹവർത്തിത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്.